ഹായ് എവരിവൺ, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. മൈൻഡ് റേസിൻ്റെ ഒരു പുതിയ ജേണിയാണ് ഞാൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പകുതിക്ക് വെച്ച് നിന്ന് പോവാറുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുമുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം തന്നെയാണ്. കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജീവിതം കുറച്ചുകൂടി അലൈൻമെൻറ്റ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇടയ്ക്കൊക്കെയും എൻ്റെ വീഡിയോസ് ഇങ്ങനെ നിന്നു പോകുന്നത്. ഈ അലൈൻമെൻറ്റിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് സമയം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ സമയം ലാഭിക്കുന്നതിനെ പറ്റിയാണ്. നമ്മൾ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾക്ക് സമയമില്ലെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ധാരാളം സമയമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഇതിനൊന്നും പ്രത്യേകിച്ച് സമയമില്ല, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഒരുപാട് സമയമാവുമെന്നാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം ചെയ്യുന്ന ആൾക്കും ഒന്നും ചെയ്യാത്തവനും സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ തന്നെയാണ്. ഈ 24 ഹവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. പലരോട് സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, സമയം കിട്ടുന്നില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ട് സമയം കിട്ടുന്നില്ല. സോ ഞാനും ഇത്തരത്തിൽ പറഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പം എൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടമ്മയായിരിക്കുന്ന ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സമയത്തെ നമ്മുടെ കൈക്കുള്ളിലാക്കുക, സമയത്തിനൊപ്പം സഞ്ചരിക്കുക എന്നത് തന്നെയാണ്. എങ്ങനെയാണ് സമയത്തിനൊപ്പം സഞ്ചരിക്കുക, എങ്ങനെയാണ് സമയം ലാഭിക്കുക? അതിന് നമ്മൾ സ്ത്രീകൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, എന്തുകൊണ്ടാണ് വീട്ടമ്മമാരെ കുറിച്ച് ഇങ്ങനെ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളായാലും ഭർത്താവ്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ. അത്തരം എല്ലാ കാര്യങ്ങളും, എല്ലാവരുടെ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അവർക്ക് സ്വന്തം കാര്യമൊന്ന് നോക്കാൻ. സ്വന്തം കാര്യം നോക്കാൻ ശ്രമിക്കുന്ന നേരത്ത് അവർക്ക് തോന്നുന്നൊരു ചിന്തയുണ്ട്, ഇനി എന്തിനാണ്, ഇനി എവിടെ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കണം എന്നാഗ്രഹിച്ച് ഇന്ന് ഈ വീഡിയോ തുടങ്ങി വെച്ചത് തന്നെ. സോ സമയത്തെ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുന്നത്, അതിരാവിലെ എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ല ശുഭകരമായ കാര്യമാണ് അല്ലേ? അതൊരു മംഗളകാര്യത്തിനായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല വിജയത്തിനായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ഏറ്റവും അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. നോക്കൂ, ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ടല്ലേ? മോട്ടിവേഷൻസ് കാണുമ്പോഴായാലും ഇൻസ്പിറേഷൻ സ്റ്റോറീസ് കാണുമ്പോഴാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരെല്ലാവരും അതിരാവിലെ എഴുന്നേറ്റവരാണ്. അതിരാവിലെ തുടങ്ങിയ ജീവിതങ്ങൾ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. സോ ജീവിതം എപ്പോഴും തുടങ്ങേണ്ടത് ഒരു മീഡിയം ടൈമിലല്ല, അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറയുമ്പോൾ ഒരു 3 മണി മുതൽ അല്ലെങ്കിൽ ഒരു 4 മണി മുതൽ എഴുന്നേൽക്കുക. 3 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 എഴുന്നേറ്റാലും മതി. ഇനി അതൊക്കെ പാട്ടെ, 5 മണിക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, ഒരു പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 മണി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഡ്യൂട്ടി തുടങ്ങേണ്ട സമയമാണ്. പക്ഷെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കച്ചവടം ഉണ്ടാവും പിന്നെ എന്നൊക്കെ നമ്മുടെ ചിന്തയിൽ വരും. അതുകൊണ്ടാണ് ഒരു 4:30 അല്ലെങ്കിൽ 4 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ അത് റിപ്പീറ്റേഷൻ അടിക്കുമ്പോൾ തന്നെ ഒരു 4:30 ആകുമ്പോഴേക്കും നമ്മുടെ അലാറം തുടർച്ചയായി അടിക്കുകയും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എഴുന്നേൽക്കണമല്ലോ എന്ന ചിന്ത വരികയും ചെയ്യും. സോ ആ സമയത്ത് നമ്മുടെ ഉറക്കം ശരിക്കും ഭാഗികമായി ഒന്ന് മുറിഞ്ഞു പോകുന്ന സമയമാണ്. സോ ആ സമയം നമ്മൾ എന്ത് ചെയ്യാം? ഒരു പക്ഷേ പലരും ആ സമയത്ത് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് കിടക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും. അതൊരിക്കലും ചെയ്യരുത്. രണ്ടാമതുള്ള ഒരു കടത്തം എന്ന് പറയുന്നത്, ഒരു ഉറങ്ങൽ എന്ന് പറയുന്നത് ഭയങ്കര, നമുക്ക് തോന്നും കുറച്ച് ജസ്റ്റ് ഒന്ന് കിടക്കുന്നേ ഉള്ളൂ ഞാൻ അറിയും, ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ കിടക്കുക. പക്ഷേ നമ്മൾക്ക് രണ്ടാമത് വരുന്ന ആ ഉറക്കം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ പോകും. നമ്മുടെ എല്ലാ ആക്ഷൻസും അത് ഇല്ലാതാക്കും. സോ അതുകൊണ്ട് അത് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? നമ്മുടെ ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒന്ന് വ്യായാമം ചെയ്യുക. നമ്മൾ ഉറക്കം വരുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം? മുറ്റത്ത് കൂടെ ഒന്ന് ഓടുക.
ഒന്ന് ഓടി നടക്കുക, എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ ചെയ്യുക, കയ്യും കാലും ഒക്കെ നമുക്കറിയുന്ന രീതിയിൽ ജോഗിങ് ചെയ്യുക, ചാടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്കാവും. മറ്റേത് എന്താണെന്നറിയോ, നമ്മുടെ ബ്രെയിനിന് ഇത് ശീലമില്ലല്ലോ. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉറങ്ങി ശീലമുള്ള ഒരാളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് നേരം ഒരു മടി, നമ്മുടെ നമ്മൾ നോക്കി നോക്കൂ, നമ്മളെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര റെസ്റ്റ് എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എത്ര റെസ്റ്റ് എടുത്താലും ശരീരത്തിനും മനസ്സിനും തീരില്ല. കാരണം അത് ഒരു അലൈൻമെൻറ്റിൽ ഇങ്ങനെ ലയിച്ചു പോവുകയാണ്. പക്ഷെ നമ്മുടെ മൈൻഡിന് അറിയില്ല എങ്ങനെയാണത് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടതെന്ന്. സോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം, സ്റ്റിമുലേറ്റ് ചെയ്യണം. നമ്മൾ എഴുതുന്നത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കണം. ആക്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മോർണിംഗ് വാക്ക് ആൻഡ് മോർണിംഗ് ജമ്പിങ്, ജോഗിങ് ആണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരം, നമ്മുടെ മസിൽസിനും നമ്മുടെ വെയിൻസിനൊക്കെ മനസ്സിലാവും, സബ് കോൺഷ്യസിന് തന്നെ മനസ്സിലാവും ഇവരിതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. സോ ആ ഒരു പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നമ്മുടെ ശരീരം അങ്ങനെ ആക്റ്റീവാക്കി മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു എനർജി ബൂസ്റ്റായി. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന പോലെയാണ്. നമ്മളെ ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ശരീരഭാഗങ്ങൾ ഷേക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ടൈമിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. നമുക്കറിയാം, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നമുക്ക് ടൈം ടേബിൾ തയ്യാറാക്കി തരും അല്ലേ. ആ ടൈം ടേബിൾ ഇല്ലാതെ ആ സ്കൂളിൽ ഒരു ക്ലാസ് നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾ സ്കൂളിലെത്തി, ഒരു ടൈം ടേബിളും ഇല്ല, കുറേ പുസ്തകങ്ങൾ നിങ്ങൾ ബാഗിൽ വെക്കുന്നു. നിങ്ങൾ ആ സ്കൂളിലെ ബാഗിൽ എത്തുമ്പോൾ ബാഗിൽ എല്ലാ ബുക്കും പുറത്ത് വയ്ക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് തോന്നുന്ന പോലെ വരുന്നു, തോന്നുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലോ, നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, എല്ലാറ്റിനും ഒരു സ്ട്രക്ചർ വേണമെന്ന് നമുക്കറിയാം അല്ലേ. ഒരു കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പോകുള്ളൂ. സോ നമുക്ക് എന്ത് വേണം, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡ്യൂട്ടിക്ക് ടൈം ടേബിൾ ചെയ്യുക. നിങ്ങൾ ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് തീരെ അലൈൻമെൻറ്റിലല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആഗ്രഹമുണ്ട്, രാവിലെ നീക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നന്നാവണം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടാം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ഓർത്തിട്ട് വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, ടൈം ടേബിൾ തയ്യാറാക്കാം. നമ്മളെ ജീവിതത്തിൽ എൻ്റെ ഡേയ്സ് ഇനി ഇങ്ങനെ ആയിരിക്കണം, ഇത്ര ടൈം ഞാൻ കിച്ചണിൽ, ഇത്ര ടൈം ഞാൻ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും, ഇത്ര ടൈം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുമെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പറയുക, എഴുതി വെച്ചിട്ട് നമ്മളത് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക, നമ്മളെ ഫോണിലൊക്കെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക, വാൾപേപ്പർ ആക്കിയൊക്കെ ഒന്ന് വയ്ക്കുക. ദെൻ നമ്മളെന്ത് ചെയ്യുകയാണ്, പിന്നെ പതുക്കെ നമ്മൾ ആ ആക്ഷനിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുകയാണ്. കൃത്യമായിട്ട് ആ ഡ്യൂട്ടി, ഇപ്പം 7 to 8 നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ 8 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കിച്ചൺ വിട്ട് പുറത്ത് ക്ലീനാക്കി പുറത്തെത്താൻ സാധിച്ചിരിക്കണം. അതാണ് നിങ്ങളുടെ ടാലൻറ്റ്. അങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൽ ജയിച്ചോ, നിങ്ങൾ 100% ജയിച്ചു എന്നുള്ളതാണ്. കാരണം ടൈം അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. സമയത്തിന് വിലയുണ്ട്, സമയത്തിന് ഒരുപാട് വിലയുണ്ട്. നമ്മൾ പലരും സമയമില്ല എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. സമയം എന്നത് എപ്പോഴും അവിടെ ഉള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ സമയമില്ലെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് സമയം ഇഷ്ടം പോലെയുണ്ട്. അതിനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത് അല്ലേ. ചെയ്തു നോക്കണ്ടേ. ഒന്നും ചെയ്യാതിരിക്കുന്നവന് സമയമില്ല എന്ന് പറയുന്നത് ഒരു അർത്ഥവത്തില്ലാത്തൊരു കാര്യമാണ്. സോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയോ, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ഇത് പറയാൻ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്, ഞാനൊരു ലൈഫ് കോച്ചാണ്. പക്ഷേ അതേ സമയം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര സ്ട്രഗിളായിരുന്നു. കുട്ടികളുടെ കാര്യം, വീട്ടിലെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈൻഡ് റിലേറ്റഡ് ആയ കോഴ്സസ് പഠിക്കുമ്പോൾ തന്നെയും ലൈഫ് കോച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഞാൻ ആക്റ്റീവാക്കി കാര്യങ്ങൾ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒറ്റ നിർബന്ധം എനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിടാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ. പക്ഷെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് അത് എഫക്റ്റാക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് ഏറ്റവും നല്ല സക്സസ്സിലേക്ക് എത്തുള്ളൂ. സോ ഞാൻ ലൈഫ് കോച്ച് രശ്മി, നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഇനി മുതൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ വീഡിയോസും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ലക്ഷ്യം നേടണം, കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. സോ
തുടർന്നും മറ്റു വീഡിയോകൾ കാണാം. ബൈ.